ഖിയാമത്ത് നാൾ വരെ ഇനി ഒരുപാട് ആളുകൾക്ക്, ജനതക്ക് അല്ലാഹു തൗബ കൊടുക്കുകയും ചെയ്യുന്ന ദിവസമാണ് മുഹറം 10 എന്ന് മുഹമ്മദ് മുസ്തഫ. ആദം നബിയുടെ തൗബ സ്വീകരിച്ചത് മുഹറം 10 എന്ന് വേണ്ട ലോക ചരിത്രത്തിൽ പ്രതിസന്ധികളിൽ കിടന്ന് കഷ്ടപ്പെട്ട അമ്പിയാക്കളിൽ പലർക്കും അല്ലാഹു അതിന് പരിഹാരം നൽകിയ ദിവസമേതാണ്? അത് മുഹറം 10. ഇബ്രാഹിം നബിയെ തീകുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10. അയ്യൂബ് നബിയുടെ രോഗത്തിന് അല്ലാഹു കാമിലായ ശിഫ നൽകിയത് മുഹറം 10. യൂനുസ് നബിയെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും മഹാനായ യൂസുഫ് നബി ഒരു കാരണവുമില്ലാതെ വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. അതിൽ നിന്ന് അല്ലാഹു മോചനം നൽകിയത് ഇദ്രീസ് നബിയെയും ഈസാ നബിയെയും ആകാശ ലോകത്തേക്ക് അല്ലാഹു ഉയർത്തിയത് മഹാനായ നൂഹ് നബിയുടെ കപ്പൽ ചൂടി പർവ്വതത്തിൽ നങ്കൂരമിട്ടത് എന്ന് വേണ്ട സഹോദരാ സഹോദരി, അള്ളാന്റെ റഹ്മത്ത് ആദ്യമായി ഭൂമിയിലേക്ക് ഇറങ്ങിയത്, അല്ലാഹു സ്വർഗത്തെ പടച്ചത്, അർശിനെ പടച്ചത്, കുർസിയിനെ പടച്ചത്, എല്ലാം യൗമു ആശൂറ, അത് മുഹറം 10. ആദ്യം മഴ പെയ്തത് മുഹറം 10. ഭൂമിയിൽ ആദ്യം പുല്ല് മുളച്ചത്, സസ്യം മുളച്ചത്, കൃഷിയുണ്ടായത് മുഹറം 10. അമ്പിയാക്കളെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറം 10. നിങ്ങൾ പറ, എന്തിനാണ് ഹബീബായ നബി തങ്ങൾ ഇത് നമ്മളെ പഠിപ്പിച്ചത്? ഇതെന്തിനാ പഠിപ്പിച്ചെന്നറിയോ? ആ ദിവസം വരുമ്പോ ഒന്ന് ഉള്ളു നമ്മൾ തുറക്കണം, ഒന്ന് ഉണർന്ന് തേടണം, തൗബയുടെ മനസ്സുണ്ടാകണം. ആ ദിവസത്തിൽ നടത്തേണ്ട പ്രാർത്ഥനകൾ നടത്തണം. ആ ദിവസത്തിൽ കൃത്യമായി തൗബ ചെയ്യണം. ആ ദിവസത്തിൽ നോമ്പിന്റെ കാര്യത്തിൽ ഒരു അശ്രദ്ധയും പാടില്ല. ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്തേക്കോ. പ്രയാസങ്ങളുള്ളവരെ, രോഗങ്ങളുള്ളവരെ, പ്രതിസന്ധികൾ വേട്ടയാടുന്നവരെ, കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ളവരെ, അകൽച്ചകളുള്ളവരെ, മക്കളില്ലാതെ വിഷമിക്കുന്നവരെ, കടം കൊണ്ട് വലയുന്നവരെ, ഒരു വീടാവാതെ വിഷമിക്കുന്നവരെ, ആയുസ്സിൽ തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോയവരെ, അന്നത്തെ ദിവസം ഇൻഷാ അല്ലാഹ് നോമ്പുകാരായി നമുക്ക് സംഗമിക്കാം. ഇവിടെ തന്നെ സംഗമിക്കാം. 10 മണിയോടുകൂടെ സംഗമിക്കാം. അന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്ത് ചൊല്ലേണ്ട ദുആകളെല്ലാം നടത്തി ഇലാഹായ റബ്ബിൽ അലിഞ്ഞു ചേർന്ന് ഇൻഷാ അല്ലാഹ് പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്, ഭാഗ്യം നൽകണേ അല്ലാഹ്. നമ്മളെ കുടുംബത്തെ, നമ്മുടെ അയൽവാസികളെ, നമുക്ക് വേണ്ടപ്പെട്ടവരെ, നമ്മളോട് വിഷമങ്ങൾ പറയുന്ന കുടുംബങ്ങൾ രക്ഷപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവർ ആരൊക്കെയുണ്ടോ അവരോടൊക്കെ പറയാ, ഈ ഒരു ദിവസം നോമ്പുകാരായി ആ ഒരു മജ്ലിസിലേക്ക് വരിക. അതിന്റെ മുന്നോടിയായി കൈ അങ്ങോട്ട് ഉയർത്തിയാൽ അല്ലാഹുവേ ഇജാബത്തോടുകൂടെ അല്ലാതെ അത് താഴ്ത്തരുത്. ആ നിലക്ക് ഇജാബത്ത് കിട്ടണമെന്ന നിയ്യത്തോടുകൂടെ ഇന്നലെ ഞാൻ മഞ്ചേരി ക്ലാസ്സിൽ പറഞ്ഞതുപോലെ 1000 തവണ സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. മറക്കോ? നിങ്ങൾ ഏറ്റെടുത്തോ? ഉറപ്പിച്ചില്ലേ? എന്താണ് നിങ്ങൾക്കൊരു ഇൻഷാ അല്ലാഹ് പറയാൻ മടി? ഇൻഷാ അല്ലാഹ് പറയ്. ഓൺലൈനായി പരിപാടി കേൾക്കുന്നവരെ, അന്നും ഓൺലൈനിൽ ഇരിക്കാന്ന് വിചാരിക്കല്ലേ. കഴിയുമെങ്കിൽ അന്ന് ഈ മജ്ലിസിലേക്ക് നേരിട്ട് വരി. കഴിയൂലെങ്കിൽ ഓൺലൈൻ നമുക്ക് പരിഹാരാണ്. ആ ഒരു മജ്ലിസിന്റെ എല്ലാ പുണ്യവും കിട്ടണം. ഇത് പറ്റാവുന്നവരിലേക്കൊക്കെ നിങ്ങൾ എത്തിക്കി, എല്ലാവരെയും അറിയിക്കി. ആ ദിവസം കൊണ്ട് എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അള്ളാന്റെ ഖജനാവ് വിശാലല്ലേ, അള്ളാഹ്ക്ക് കഴിയാത്തതൊന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് അന്ന് നമുക്ക് ആ ദിക്ർ മറക്കരുത്. ഇന്നലെ തന്നെ ചൊല്ലി തീർത്തുന്ന് ഇന്നിവിടെ വന്ന് പറഞ്ഞവരുണ്ട്.
ഒപ്പം പറ്റുകയാണെങ്കിൽ മരിച്ചോലെ പേരിലൊക്കെ ഒരു യാസീൻ ഓതിക്കാളി. ആ ഒരു ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ദ്വാരക്കാരോ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി പടച്ചോൻ എന്തെങ്കിലും ശിക്ഷ ഖബറിൽ അനുഭവിക്കുന്നുവെങ്കിൽ ഈ യാസീൻ അവരിലേക്ക് എത്തിച്ച് അള്ളാഹുവേ അവർക്ക് നീ ഖബർ സന്തോഷാക്കി കൊടുക്കണേന്ന് അന്ന് നമുക്ക് ദ്വാരക്കാലോ. ആ ദിവസത്തിന് അത്രയും പുണ്യമുണ്ടല്ലോ. അപ്പൊ ഇൻഷാ അള്ളാഹ് മരിച്ചവരുടെ പേരിൽ ഒരു യാസീൻ ഓതി എന്തായാലും മറക്കരുത്. അതേ പ്രകാരം 1000 തവണ ഏതാ ദിക്ർ? ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇൻഷാ അല്ലാഹ് അന്നത്തെ ദിവസത്തിൽ അഅ്ലമുസ്സലാത്ത് ഇന്ന് ചെല്ലാൻ നമ്മൾ പറഞ്ഞിരുന്നു. നമുക്ക് ഏതായാലും ഈ മൗലീദ് പാരായണം ചെയ്യാണ്ടല്ലോ. ആ മുഹറം 10 സലാത്തിൽ അഅ്ലമായ ഏറ്റവും മഹത്തായ സലാത്ത്. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചൊല്ലും. അത് മുഹറം 10 പ്രാർത്ഥനയിൽ ആ അഅ്ലമുസ്സലാത്ത് കൂടി നമ്മൾ ഉൾപ്പെടുത്തും. അപ്പൊ ഫിറ്റാവും ഇൻഷാ അല്ലാഹ്. പിന്നെ അതിനൊക്കെ ഒരു തൗഫീഖ് വേണം. ആ തൗഫീഖ് അല്ലാഹു തരട്ടെ. അതിനുള്ള സാഹചര്യം വരാൻ സൗകര്യം വേണം, ആരോഗ്യം വേണം, പൈസ വേണം. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അള്ളാഹുവേ നമുക്ക് ശ്രമിച്ചു നോക്കാം. അള്ളാഹു കാര്യങ്ങൾ അനുകൂലാക്കി തരട്ടെ. അള്ളാഹു അതിൽ നമുക്ക് കുടുംബസമേതം പങ്കെടുത്ത് വിജയിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ വിഷമങ്ങളും തീർന്നു കിട്ടാൻ അള്ളാഹു ഇത് കാരണാക്കട്ടെ. അപ്പൊ ഒന്ന് നീയത്ത് വെച്ചേക്ക്. വെറുതെ ഓടി വരികയല്ല. ഈ പറഞ്ഞോക്കാണ്ട് പറ്റും പോലെ ചെല്ലിയിട്ട് ആവുന്നത്ര ചെല്ലുക. എന്നിട്ട് എന്ത് ചെയ്യുക? പടച്ചോൻ ഇങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ട് എനിക്കുണ്ട്, അത് ഇന്നത്തെ മജ്‌ലിസോടുകൂടി പരിഹരിച്ച് കിട്ടണമെന്ന് നിയ്യത്ത് ചെയ്തിട്ട് അണ്ട് വരിക. ആ നിലക്ക് നമ്മൾ കുടുംബങ്ങളെ, വേണ്ടപ്പെട്ടവരെ, അയൽവാസികളെ, സ്നേഹിതന്മാരൊക്കെ അണ്ട് പങ്കെടുപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ആയുസ്സിൽ വലിയൊരു മുതൽക്കൂട്ടായി കിട്ടും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നോമ്പ് നോൽക്കാൻ പറ്റുന്നവരൊക്കെ നോമ്പ് നോറ്റ് വരിക. അന്ന് എത്ര മണിക്കാ മജ്‌ലിസ് എന്നാ പറഞ്ഞേ? 2 മണിക്കാ? 10 മണിക്ക് ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. മഹാനായ ചപ്പരങ്ങാടി ബാപ്പുസ്ലിയാരുടെ മൗലീദിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് നമുക്ക് ഇതൊക്കെ തവസ്സുലാക്കി ദുആ ചെയ്യാം. അള്ളാഹു എല്ലാ ഖൈറും നമുക്ക് തരട്ടെ, റാഹത്ത് നമുക്ക് തരട്ടെ. ഖിയാമത്ത് നാൾ വരെ ഇനി ഒരുപാട് ആളുകൾക്ക്, ജനതക്ക് അള്ളാഹു തൗബ കൊടുക്കുകയും ചെയ്യുന്ന ദിവസമാണ് മുഹറം 10 എന്ന് മുഹമ്മദ് മുസ്തഫ. ആദം നബിയുടെ തൗബ സ്വീകരിച്ചത് മുഹറം 10 എന്ന് വേണ്ട ലോക ചരിത്രത്തിൽ പ്രതിസന്ധികളിൽ കിടന്ന് കഷ്ടപ്പെട്ട അമ്പിയാക്കളിൽ പലർക്കും അല്ലാഹു അതിന് പരിഹാരം നൽകിയ ദിവസമേതാണ്? അത് മുഹറം 10. ഇബ്രാഹിം നബിയെ തീകുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10. അയ്യൂബ് നബിയുടെ രോഗത്തിന് അല്ലാഹു കാമിലായ ശിഫ നൽകിയത് മുഹറം 10. യൂനുസ് നബിയെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും മഹാനായ യൂസുഫ് നബി ഒരു കാരണവുമില്ലാതെ വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. അതിൽ നിന്ന് അല്ലാഹു മോചനം നൽകിയത് ഇദ്രീസ് നബിയെയും ഈസാ നബിയെയും ആകാശ ലോകത്തേക്ക് അല്ലാഹു ഉയർത്തിയത് മഹാനായ നൂഹ് നബിയുടെ കപ്പൽ ചൂടി പർവ്വതത്തിൽ നങ്കൂരമിട്ടത് എന്ന് വേണ്ട സഹോദരാ സഹോദരി, അള്ളാന്റെ റഹ്മത്ത് ആദ്യമായി ഭൂമിയിലേക്ക് ഇറങ്ങിയത്, അള്ളാഹു സ്വർഗത്തെ പടച്ചത്, അർശിനെ പടച്ചത്, കുർസിയിനെ പടച്ചത്, എല്ലാം യൗമു ആശൂറ, അത് മുഹറം 10. അടുത്ത മജ്‌ലിസിലേക്ക് യാ വലിയോ യാ അല്ലാഹു യാ ഹമീദു യാ അല്ലാഹ് യാ വലിയോ യാ അല്ലാഹു യാ ഹമീദു യാ അല്ലാഹ് യാ വലിയോ യാ അല്ലാഹു യാ ഹമീദു യാ അല്ലാഹ് യാ വലിയോ യാ അല്ലാഹ് യാ ഹമീദു യാ അല്ലാഹ് കണ്ട് ചെല്ലി വരി. അല്ലാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ.
അള്ളാഹു ജീവിതത്തിൽ സന്തോഷങ്ങൾ തരട്ടെ, സങ്കടങ്ങളൊക്കെ നീക്കി തരട്ടെ, മനസ്സിന് നല്ല ഉറപ്പ് അള്ളാഹു തരട്ടെ. പേടിയും ബേജാറ് ഡിപ്രഷന് പറഞ്ഞല്ലോ, വിഷാദരോഗം അള്ളാഹു കാക്കട്ടെ. ഈ കണ്ണിന്റെ കാഴ്ച മരണം വരെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല നിലക്ക് നിലനിർത്തി തരട്ടെ. കണ്ണ് തീരെ കാണുന്നില്ല എന്ന് വന്ന് പറഞ്ഞോലുണ്ട്, അല്ലാ നല്ല കാഴ്ച നീ തെളിച്ചു കൊടുക്കണേ അല്ലാ. കേൾവിക്ക് തകരാറുള്ളവരുണ്ട്, റബ്ബേ നീ പരിഹരിക്കണേ അല്ലാ. വയറ്റിലേക്കൊന്നും എത്തിക്കൂടാന്ന് പറഞ്ഞവരുണ്ട്. അടുത്ത മുഹറം 10 ക്ലാസ്സിൽ അതൊക്കെ നിയ്യത്ത് ചെയ്ത് ഞങ്ങൾ നോമ്പുകാരായി സംഗമിക്കാം റബ്ബേ. ചെല്ലാൻ പറഞ്ഞ ദിക്റൊക്കെ ചൊല്ലി കൂടിക്കോളാം. അതോടുകൂടെ പ്രശ്നങ്ങൾക്കൊരു പരിപൂർണ പരിഹാരം നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീടിന് തീരുമാനം കിട്ടണം. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളാവണം. കടം കൊണ്ട് വലയുന്നവർക്ക് പരിഹാരാവണം. ഒരു ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലിയാവണം. സ്വഭാവ ദൂഷ്യങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് മാറ്റങ്ങൾ കിട്ടണം. നിസ്കരിക്കാൻ മടിയുള്ളവർക്ക് മാറ്റങ്ങൾ കിട്ടണം. അല്ലാഹുവേ, ലഹരിയിൽ അകപ്പെട്ടു പോയവർക്ക് രക്ഷ കിട്ടണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നിയ്യത്ത് ചെയ്ത് ഞങ്ങൾ സംഗമിക്കാം. നീ തൗഫീഖ് നൽകണേ അല്ലാ, റാഹത്തിലാക്കണമേ അല്ലാ. ഇൻഷാ അല്ലാഹ് റാഹത്താകും. അല്ലാഹു തൗഫീഖ്